ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പുറത്തോട്ടൊന്ന് പോവാം കേട്ടോ. അച്ചൂട്ടൻ്റെ പൊന്നൂസിൻ്റെ സ്കൂളിൽ PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അന്ന് പോകാൻ പറ്റിയില്ല. അതിന് പകരം ഇന്ന് പോയി സൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പോവാം. അങ്ങനെ ഞാനും ഏട്ടനും കൊച്ചും കൂടെ പോവാം. ആരുഷിനെയും കൂട്ടി പോവാം കേട്ടോ. അപ്പം അവരുടെ സ്കൂളിലെത്തി. സ്കൂളിൽ പോയി ഒപ്പൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ പറഞ്ഞത് നമുക്ക് ബിരിയാണി കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 6 മാസത്തോളമായി കടയിൽ പോയി ബിരിയാണി കഴിച്ചിട്ട്. പ്രസവം കഴിഞ്ഞിട്ട് ഇതുവരെയും പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഏട്ടനൊരു മട്ടൻ ബിരിയാണിയും പറഞ്ഞു, ഞാനൊരു ചിക്കൻ ബിരിയാണിയും പറഞ്ഞു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ ലൈമും പറഞ്ഞു. പക്ഷേ അതിന് മുൻപ് ഞാൻ അതേ കടയിൽ തന്നെ മട്ടൻ ബിരിയാണി കഴിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ മട്ടൻ ബിരിയാണി ഏട്ടൻ മേടിച്ച് എനിക്കൊരു ഉരുള തന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അന്ന് കഴിച്ചപ്പം അത്ര വലിയ ടേസ്റ്റ് തോന്നിയില്ല. പക്ഷേ ചിക്കൻ ബിരിയാണി അടിപൊളിയായിരുന്നു. നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. സൂപ്പർ. അങ്ങനെ നല്ല ഒരു ലെഗ് പീസൊക്കെ കിട്ടി. 2 പീസ് ഉണ്ടായിരുന്നു. ഒരു ലെഗ് പീസും ഒരല്ലാത്ത പീസും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. അങ്ങനെ അത് വയറ് നിറച്ച് ഫുള്ളായിട്ട് കഴിച്ച് ഒരു ലൈമും കുടിച്ച് നല്ല സെറ്റായി. ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് കഴിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. എന്തോ ഒരു നല്ലൊരു ഹാപ്പിനെസ് ആയിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കൊച്ചിന് 2 ഡ്രസ്സൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിൽ വന്നു. അങ്ങനെ അവന് നമ്മുടെ വീട്ടിലിടുന്ന കണക്കത്തെ 2 ഡ്രസ്സ് എടുത്തായിരുന്നു. ഒരു റോസ് കളറ് ഡ്രസ്സ്, ഒരു വൈറ്റ് ഫുൾ കൈ ഉടുപ്പും ഫുൾ പാൻറ്റും വരുന്ന രീതിയിൽ ഒരു ഉടുപ്പും, പിന്നെ ഒരു തോർത്ത്, അവന് തുടയ്ക്കാൻ വേണ്ടിയുള്ള ഒരു തോർത്ത്. അവന് ഞാൻ വെള്ളത്തുണി വെച്ചായിരുന്നു തോർത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഒരു തോർത്ത് മേടിച്ചു. അപ്പോൾ ഇത് മസ്ലിൻ കോട്ടൺ തോർത്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് മേടിച്ച്. നല്ല കോട്ടനാണ്, നല്ല തുണിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.